സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിന് സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പരിപാടിയിലേക്ക്, പ്രോഗ്രാമിലേക്ക് സകലരെയും, എല്ലാ ശ്രോതാക്കളെയും ബഹുമാന പരിസരം ഞങ്ങളുടെ ടീം നിങ്ങളെ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇത്തിരി നേരം നിങ്ങൾ എന്നോടുകൂടെ ഈ വചനത്തിൽ സഹകരിക്കാനായിട്ട് അവസരം കണ്ടെത്തുക. അത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹവും പരിജ്ഞാനവും ലഭിക്കാൻ കാരണമാകും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കയ്യിൽ അവരെ ഭരമേൽപ്പിക്കുന്നു. വയനാട്ടിൽ നിന്ന് കർത്താവെ പ്രകാരമുള്ള ദൈവവേലയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്ത അവരുടെ സേവനത്തെ ധന്യമായി അനുഗ്രഹിക്കണമേ. ഇതിനാൽ അവർക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും വിശാലതയും ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയായി ദൈവനീതിക്ക് യേശു കീഴടങ്ങി. ദൈവനീതി അറിയുന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിത്തീരും. ഇതാണ് നമ്മുടെ തലവാചകം. ദൈവനീതി അറിയാഞ്ഞാൽ വലിയ നഷ്ടം. റോമാലേഖനം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഈ സമയത്ത് അതിനായിട്ട് വായിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 1 മുതൽ 4 വരെ. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. മതി. ഇവിടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ദൈവനീതി അറിയാഞ്ഞാൽ വലിയ നഷ്ടം. ഇന്ന് 2-ാം ഭാഗം ദൈവനീതി. പൗലോസ്ലീഹ എഴുതപ്പെട്ട 12 ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. ആ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അവർ എന്ന് പറഞ്ഞത് തൻ്റെ സ്വന്തം സമൂഹത്തിലെ ജനമാണ്. സ്വന്തം സമൂഹം എന്ന് പറയുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് പൗലോസ്ലീഹ വന്നിരിക്കുന്നത്. ആ യഹൂദ പശ്ചാത്തലത്തിലുള്ള ജനത്തെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അവർ രക്ഷിക്കപ്പെടണമെന്ന് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥനയുമാണ്. പക്ഷേ സാധിക്കുന്നില്ല. അവർക്ക് ദൈവത്തെക്കുറിച്ച് വലിയ എരിവൊക്കെ ഉണ്ട്, എന്ന് പറഞ്ഞാൽ തീക്ഷ്ണതയുണ്ട്, ഉത്സാഹമുണ്ട്, സമ്മതപത്രമുണ്ട്, അവർക്കിഷ്ടപ്പെട്ടതുപോലെയുള്ള വിശ്വാസമുണ്ട്. പക്ഷേ അവർ ദൈവനീതിക്ക് കീഴ്പ്പെടുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രശ്നം എന്താണ്? രക്ഷിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം അവർ ദൈവനീതിക്ക് കീഴ്പ്പെടുന്നില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്താണ്? കീഴ്പ്പെടില്ല. മനുഷ്യന് കീഴ്പ്പെടണ്ട, ഇവിടുത്തെ നിയമങ്ങൾക്ക് കീഴ്പ്പെടണ്ട, ദൈവനീതിക്ക് കീഴ്പ്പെടണോ? ദൈവനീതിക്ക് നിങ്ങളോട് സംസാരിക്കുന്ന എളിയവൻ കീഴ്പ്പെട്ടിട്ടുണ്ട് എന്നിരിക്കട്ടെ. നിങ്ങളങ്ങനെ സങ്കല്പിക്കൂ. ദൈവനീതിക്ക് ഒരുവൻ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ലോക നിയമങ്ങൾക്ക് അവൻ ഓട്ടോമാറ്റിക്കായിട്ട് കീഴ്പ്പെടും. നീതിക്ക് കീഴ്പ്പെടാത്തത് കൊണ്ടാണ് ലോകത്തിൻ്റെ നിയമങ്ങൾക്കും മാതാപിതാക്കൾക്കും കുടുംബസ്ഥരായ മുതിർന്നവർക്കും വിധേയപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം. ഇതൊക്കെ എത്ര പറഞ്ഞിട്ടും കേട്ടിട്ടും നിസ്സാരമായി തള്ളുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ലോകത്തേക്കാണ് യാത്ര ചെയ്യുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്.
ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലല്ലേ പറയുന്നേ. അവർക്കൊരു മാറ്റത്തിന് വേണ്ടിയല്ലേ പറയുന്നേ. എങ്ങോട്ട് മാറാൻ? നിങ്ങൾ ആരെങ്കിലും നിരൂപിക്കുന്നവരെ ഇത് മതം മാറ്റമല്ല. എന്ത് ഗുണം മതം മാറിയതുകൊണ്ട്? ആർക്കാണ് മതം മാറിയവരെ വേണ്ടത്? അതൊക്കെ ഒരു കളിപ്പീര് കാര്യങ്ങളല്ലേ. മതം മാറ്റമല്ല, മനം മാറ്റമാണ്. അഥവാ സൃഷ്ടാവിലേക്കുള്ളൊരു മടങ്ങിവരവാണ്. സർവശക്തനായ മഹാദൈവത്തിലേക്കുള്ളൊരു തിരിച്ചുവരവിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നം കിടക്കുന്നത് മുഴുവനും അവിടെയാണ്. നഷ്ടപ്പെട്ടത് ലോകത്തിലെ ഏതെങ്കിലും ഒന്നല്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ സൃഷ്ടാവിനെയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെയാണ് നഷ്ടപ്പെട്ടത്. ആ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ പിന്നീട് അത് വായിച്ചു നോക്കുക. ഞാൻ ആ വാക്യത്തിൻ്റെ റെഫറൻസ് ഒന്നുകൂടി പറഞ്ഞേക്കാം. റോമാലേഖനം, അതായത് പുതിയ നിയമ പുസ്തകത്തിലെ 6-ാമത്തെ പുസ്തകമാണത്. 4 സുവിശേഷങ്ങളാണ് ആദ്യം. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അടുത്തത് റോമാലേഖനമാണ്. ആ റോമാലേഖനത്തിലെ 10-ാം അധ്യായമാണ് വായിച്ചത്. ആ ലേഖനത്തെക്കുറിച്ച് ഒന്നുകൂടി ഒരു വാക്കുകൂടി പറയാം. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്നവർക്ക് വേണ്ടി ദൈവം തയ്യാർ ചെയ്തിട്ടുള്ള ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ. നാട്ടുകാർക്ക് വേണ്ടിയല്ല, മതങ്ങൾക്ക് വേണ്ടിയുമല്ല. തെറ്റിദ്ധരിക്കണ്ട. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ പാലിക്കേണ്ട ചട്ടവട്ടങ്ങൾ, നിയമാവലികളാണ്. ദൈവത്തിൻ്റെ ഭരണഘടനയാണ് മനുഷ്യനുള്ള ബന്ധത്തിൽ, ആത്മാരക്ഷയോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യ ദൈവമായിട്ടുള്ള അടുക്കേണ്ട ബന്ധത്തിൻ്റെ ഭരണഘടനയാണ് ഇത്. അപ്പോൾ നിൽക്കട്ടെ, ഇവിടെ പറഞ്ഞത് അവർ കീഴ്പ്പെട്ടില്ല. ആ 3-ാം വാക്യം ഒന്നുകൂടി വായിച്ചു നോക്കണം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. 3 നീതി അവിടെ പറഞ്ഞു. ദൈവനീതി, ലോകനീതി, സ്വന്തം നീതി. പ്രധാനപ്പെട്ട നീതി അറിഞ്ഞിട്ടില്ല. അത് ദൈവനീതിയാണ്. എന്നോട് എത്രയോ ആൾക്കാർ പറയലുണ്ട്, ഞങ്ങൾ എപ്പോഴും TV ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്, അത് ഞങ്ങൾ വെച്ചിരിക്കുന്ന എല്ലാം ക്രിസ്തീയ ചാനലുകളാണ്, നിങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമാണ്, നിങ്ങളത് ധാരാളം കേൾക്കാറുണ്ട്, വർഷങ്ങളായി ഞങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്രയും നാൾ കേട്ടിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഞങ്ങൾക്ക് ഇഷ്ടമാണിത്, ഞങ്ങൾ കേൾക്കുന്നു. അപ്പോൾ കേട്ടാൽ മതിയെന്ന, ഇഷ്ടപ്പെട്ടാൽ മതിയെന്ന, പാലിക്കണമെന്നില്ലെന്ന്. കേട്ടത് പാലിക്കണമെന്നില്ല. കേട്ടാൽ മതി, ഇഷ്ടപ്പെട്ടാൽ മതി, നല്ലതൊന്ന് സമ്മതിച്ചാൽ മതി. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളവരാരെങ്കിലും ഈ എപ്പിസോഡ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ മറുപടിയായിട്ട് പറയുന്നു, നിങ്ങളുടെ സമ്മതപത്രം ദൈവത്തിന് വേണ്ട. നിങ്ങൾ കേട്ടില്ല എന്നതുകൊണ്ട് ദൈവത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ലോകത്തിലെ സകല മുക്കിലും മൂലയിലും, ഗ്രാമത്തിലും പഞ്ചായത്തിലും കൊട്ടാരത്തിലും കുടിലിലും വനത്തിലും ഗ്രാമപ്രദേശത്തിലും പട്ടണത്തിലും 24 മണിക്കൂർ ഇടതടവില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശബ്ദമാണ് ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സന്ദേശം. തള്ളുന്നവർ ധാരാളമുണ്ട്, കൊള്ളുന്നവർ ചുരുക്കമുണ്ട്. നിൻ്റെ സമ്മതം ദൈവത്തിന് വേണ്ട. എന്തു വേണം? ഇത് ശരിയാണെന്ന് സമ്മതിച്ചിട്ട് ഞാനിതിന് കീഴടങ്ങുന്നു എന്ന് പറയണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടല്ലോ, മനസ്സിലാക്കിയല്ലോ, തിരുവഴുത്തിൽ നിന്നായിരുന്നല്ലോ, ഗുരുവായിരുന്ന യേശു, ദൈവമായിരുന്ന യേശു രക്ഷകനായി മനുഷ്യനായി ലോകത്ത് വന്നപ്പോൾ ദൈവനീതിക്ക് കീഴ്പ്പെടുവാൻ തയ്യാറായ കാര്യം. യേശു ദൈവനീതിക്ക് കീഴടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? കഥ പറഞ്ഞതല്ലല്ലോ, കളി പറഞ്ഞതല്ലല്ലോ, കള്ളവുമല്ലല്ലോ പറഞ്ഞത്.
സത്യമല്ലേ പറഞ്ഞേ, കാര്യമല്ലേ പറഞ്ഞേ, ശരിയല്ലേ പറഞ്ഞേ? യേശുവിൽ വിശ്വസിക്കുന്ന ഒരു 10% നിങ്ങളിൽ ഒറിജിനലാണെങ്കിൽ, വിശ്വസിക്കുന്നത് പറയുന്ന വാക്ക് ഒറിജിനലാണെങ്കിൽ, സത്യസന്ധമായിട്ടാണെങ്കിൽ, നിങ്ങൾ യേശുവിനെ പിൻപറ്റും, നിങ്ങൾ യേശുവിനെ അംഗീകരിക്കും, യേശുവിനെ സ്വീകരിക്കും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാമായി തീരും. ലോകം എന്തും പറയട്ടെ, സമൂഹം എന്തും ആകട്ടെ, എന്തിനങ്ങോട്ട് നോക്കണം? കുടുംബങ്ങളിൽ മക്കൾ, ആൺമക്കളും പെൺമക്കളും, സ്കൂളിലും കോളേജിലൊക്കെ, ഹൈസ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട്. അവരുടെ ഈ യൗവനത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പലരെയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അവർ തമ്മിൽ സ്വകാര്യ ഉടമ്പടി ചെയ്ത് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന രംഗങ്ങളെ ദൂരമുണ്ട്. എൻ്റെ വിഷയം അതല്ല. അതിൻ്റെ 100-ലൊരു ഭാരമില്ലല്ലോ യേശുവുമായിട്ടൊന്ന് ഉടമ്പടി ചെയ്യാൻ, യേശുവുമായിട്ടൊരു രഹസ്യ സംഭാഷണം നടത്താൻ, യേശുവുമായിട്ടൊരു ഉഭയശ്രമം നടത്താൻ. യേശുവിൻ്റെ രാജ്യം ശരിയാണെങ്കിൽ, യേശു രണ്ടാമത് വരുന്ന കാര്യം ശരിയാണെങ്കിൽ, യേശു ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തം ക്രൂശിൽ മരിച്ചത് ശരിയാണെങ്കിൽ, യേശു 3-ാം നാൾ ഉയർത്തെഴുന്നത് ശരിയാണെങ്കിൽ, അത് അംഗീകരിച്ച് അവനെ ഏറ്റെടുക്കണ്ടേ? അയ്യോ കഷ്ടം. ഇവിടെ പറഞ്ഞു കേട്ടോ, അവർ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അവർക്ക് എരിവുണ്ട്, ദൈവത്തെക്കുറിച്ച് എരിവുണ്ട് എന്ന് പറഞ്ഞാൽ തീക്ഷ്ണതയുണ്ട്. അവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ദൈവനീതി അറിയത്തില്ല. അന്വേഷിച്ചാലേ അറിയുന്നില്ല. അവരുടെ കയ്യിലുള്ളതെല്ലാം ആത്മീയമായിട്ട് അവർ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ ആത്മീയമായി കൊണ്ടു നടന്ന ആൾക്കാരായിരിക്കുന്ന 7 തരം ആൾക്കാരെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ആ 23-ാം അധ്യായത്തിൽ കിടക്കുന്ന 7 പ്രാവശ്യം യേശു അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരോട് യേശു എന്താ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ ആരും വടിയും കല്ലും കത്തിയും വാളൊന്നും എടുത്തില്ല. യേശുവിനോട് സംസാരിക്കാൻ വന്ന അവരോട് യേശു സംസാരിച്ചു. ഈ അവരെന്ന് പറയുന്നത് പള്ളിയിലെ മേധാവികളാണ്. ബൈബിൾ ഭാഷയിൽ പറഞ്ഞ പള്ളി പ്രമാണികളാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പള്ളി ലീഡേഴ്സാണ്. സംസാരിച്ചിട്ട് അതിൻ്റെ ഒടുക്കിൽ വന്നപ്പോൾ യേശു അവരോട് പറഞ്ഞത്, എൻ്റെ അവസാനം 6 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം പ്രാവശ്യം മത്തായി എഴുതിയ സുവിശേഷം 23-ന്റെ 32-33 വാക്യങ്ങളൊന്ന് വായിച്ചേ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? അയ്യോ, ഇത്രയൊക്കെ ഗൗരവമായിട്ട് യേശു സംസാരിക്കുമോ? അനുഭാവമില്ലാതെ, അനുകമ്പയില്ലാതെ സംസാരിക്കുമോ? സ്നേഹമില്ലാതെ, വാത്സല്യമില്ലാതെ സംസാരിക്കുമോ? ദയയില്ലാതെ, മനസ്സലിവില്ലാതെ സംസാരിക്കുമോ? 6 പ്രാവശ്യവും പറഞ്ഞത് ഇത് തന്നെയാണ്. 7-ാം പ്രാവശ്യം ലാസ്റ്റ് ഒന്നുകൂടെ സ്ട്രോങ് ആയി പറഞ്ഞു, നിങ്ങളുടെ ഉള്ള നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? 1-ാമത്തെ വാക്യോട് വായിച്ചേ, 23-ന്റെ 1. അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ശാസ്ത്രിമാരും പരീശന്മാരും, ഇവരാണ് ലീഡേഴ്സ്, ശാസ്ത്രിമാരും പരീശന്മാരും, മോശയുടെ പീഠത്തിലിരിക്കുന്നു. അവർ പ്രസംഗം എടുത്തിരിക്കുകയാണ്. വായിച്ചോ. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അടുത്തത്, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. മതി. അവർക്ക് പ്രമാണം അറിയാമെന്ന് യേശു പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾ ചെയ്യുക, അവർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുക. പറയുന്നത് ചെയ്യുക, ചെയ്യുന്നത് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ പേരാണ് കാപട്യം, വ്യാജം. അങ്ങനെ അതിന് ഒരുപാട് വാക്കുകൾ പറയാം. എന്തിനതൊക്കെ പറയുന്നു? ഇങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? നിങ്ങൾക്ക് ആർക്ക് സംശയമുണ്ടെങ്കിലും ഞങ്ങൾ ബൈബിൾ പറയുന്നവരാണ്,
കൃത്യം പറയുന്നവരാണ്, പദ്യം പറയുന്നവരാണ്, വ്യക്തം പറയുന്നവരാണ്, സത്യം പറയുന്നവരാണ്. ഒരു വ്യത്യാസവുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പിടിക്കപ്പെടും. മനുഷ്യരല്ല പിടിക്കപ്പെടുന്നത്, അത് സാരമില്ല, ദൈവത്താൽ പിടിക്കപ്പെടും. ആ പിടിക്കപ്പെടുന്ന ഭയം, ദൈവഭയം ഉള്ളിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റിച്ച് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മേലുള്ള നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ദൈവനീതി അറിയാതെ എരിവ് കാണിച്ചതുകൊണ്ട്, സ്വന്തം നീതി സ്ഥാപിച്ചതുകൊണ്ട്, ഒരു പള്ളി അങ്ങ് പണിത് കൊടുത്തതുകൊണ്ട്, അതുപോലെ കുറേ സാധു സംരക്ഷണ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, അനാഥാലയം ഉണ്ടാക്കിയതുകൊണ്ട്, 10 കുട്ടികൾക്ക് ചെലവിന് കൊടുത്തതുകൊണ്ട്, 10 മാതാപിതാക്കളെ സംരക്ഷിക്കാൻ തീരുമാനമെടുത്തതുകൊണ്ട് നിങ്ങൾ ദൈവനീതിക്ക് കീഴടങ്ങി തോന്നുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യം ഒന്നും ചെയ്തില്ലെങ്കിലും, ചെയ്യുന്നില്ലെങ്കിലും, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ദൈവനീതിക്ക് കീഴടങ്ങിയാൽ, അപ്പോൾ ഇവരെക്കുറിച്ച് ഇനിയും പറയുമ്പോൾ, ന്യായപ്രമാണം കയ്യിലുള്ള ഇവർ യേശുവിനെ നമ്മൾ പറഞ്ഞു കേട്ടു, യേശു നീതിക്ക് കീഴടങ്ങിയെന്ന് കേട്ടു. അങ്ങനെ നമ്മൾ യേശുവായിട്ട് നല്ലൊരു അറിവുള്ളവരായി വന്നു. ഈ യേശുവിനെ അവർ എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിച്ചു, അല്ലേ? 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെ വായിച്ചു. 1 കൊരിന്ത്യർ 2-ന്റെ 6 മുതൽ 8 വരെ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. പ്രഭുക്കന്മാർ എന്ത് ചെയ്യുന്ന പറയുന്നത് അവിടെ? പ്രഭുക്കന്മാർ, ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ. ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരെങ്കിലും, അവരുടെ അനുയായികളോ ആരെങ്കിലും അവസരോചിതമായി, സന്ദർഭോചിതമായി, യൂട്യൂബ് വഴിയായി എങ്ങനെയെങ്കിലും ഒരു വാക്കെങ്കിലും ഒരിക്കലെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, ഓർത്തിരിക്കണം, ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ദൈവത്തെ അറിയാത്ത, ദൈവനീതി അറിയാത്ത, സൃഷ്ടാവിനെ അറിയാത്ത, സ്വന്തം ജീവിക്കുന്ന, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന, എല്ലാ ചൂഷണങ്ങൾക്കും പങ്കാളികളാകുന്ന ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ, നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല. വായിച്ച്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഞങ്ങൾ പ്രസ്താവിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനമാണ്. പിന്നെ അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ, റോമാലേഖനം 10:3 വായിച്ചപ്പോൾ അവർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആരാണ് തേജസ്സിൻ്റെ കർത്താവായ യേശുവിനെ ക്രൂശിച്ചത്? ആർക്കാണ് അതിന് മുഖ്യ പങ്കാളിത്തം ഉണ്ടായിരുന്നത്? ആരാണ് അതിന് ശരിയായ ദൈവമുമ്പാകെയുള്ള പ്രതികൾ? യോഹന്നായ സുവിശേഷം 19-ാം അധ്യായം 5 മുതൽ സ്ക്രീനിൽ നിങ്ങൾ നോക്കുക. സ്ക്രീനിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 19-ന്റെ 5 മുതൽ 8 വരെ. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ് സംഭവം. പീലാത്തോസിന് മുമ്പിൽ വിസ്തരിക്കുന്ന സംഭവമാണ്. യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. അടുത്തത്, പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ, ചേവകരും മഹാപുരോഹിതന്മാരും യേശുവിനെ കണ്ടപ്പോൾ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പിന്നെ പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനും അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. പല പ്രാവശ്യം മാറി മാറി പരമാധികാരിയായി എന്നറിയപ്പെടുന്ന പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചിട്ട് അവനൊരു കുറ്റവും കാണുന്നില്ല എന്ന് വിധി പറയുമ്പോൾ, പള്ളി മേധാവികളായ യേശു മതപരമായ യഹൂദനായിരുന്നു. പള്ളി മേധാവികൾ എന്ന് പറയുന്നത് യഹൂദന്മാരെ കുറിച്ചാണ്. അവരും മേധാവികളാണ്, അഥവാ ലീഡേഴ്സാണ്. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. ഈ ലോകത്തിലെ പ്രഭുക്കന്മാരാരും അതറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു.
അറിയാതെ ഇത്രയും ഉന്നത ആത്മീക നിലവാരമുണ്ടെന്ന് ഘോഷിക്കപ്പെടുന്ന അറിയപ്പെടുന്ന മേലാളന്മാർ യേശുവിനെ ക്രൂശിക്കുക എന്ന് അന്യമതസ്ഥനായിരുന്ന പീലാത്തോസിനോട് ആർത്തു പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ കുറികൊള്ളട്ടെ. എന്താണത്? 1878 വർഷം ലോകത്തിൻ്റെ സകല ദിക്കുകളിലേക്കും ഇവർ ചിതറിപ്പോയി. യെരുശലേം ദൈവാലയം ഇടിച്ചു പൊളിച്ചു. യഹൂദന്മാർ പിടിക്കപ്പെട്ടു. അവർ ചിതറിപ്പോയി. 1878 വർഷം അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉത്സവം തോറും ഒരുവനെ വിട്ടുകൊടുക്ക പതിവുണ്ടായിരുന്നു. ആ സർക്കാരിൻ്റെ അന്നത്തെ നിലപാടുകളായിരുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഞാൻ യേശുവിനെ വിട്ടു തരട്ടെ? അവർ പറഞ്ഞു, യേശുവിനെ വേണ്ട, പിന്നെ ആരെ വിട്ടു തരണം? കുറ്റവാളിയായ ഭരണഭാഷനെ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവനെ വേണ്ട, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ആർത്ത് പറഞ്ഞ യൂദാ സംഘത്തിൻ്റെ മേധാവികളായവർ ലോകത്തിൻ്റെ നാലാദിക്കുകളിലേക്കും 1878 വർഷം ചിതറിപ്പോയി ഇല്ലാതായ വിവരം മനസ്സിലാക്കുക. എന്നിട്ട് 1948 മെയ് മാസത്തിലാണ് അവർ തിരിച്ചു വന്ന് ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചത്. എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവത്തിൻ്റെ നീതിക്ക് കീഴടങ്ങാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാനായി അനേകർ ബന്ധപ്പെടുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഒരു അടിക്കുറിപ്പായി, ഒരു ഓർമ്മക്കുറിപ്പായി ഇത് തീരട്ടെ. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ നീതി അറിയാഞ്ഞാൽ വലിയ നഷ്ടം. ദൈവത്തിൻ്റെ നീതി ഇവരറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കർത്താവിനെ ക്രൂശിക്കുന്ന വിഷയം അല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണ് എൻ്റെ വിഷയം. ആ ദൈവത്തിൻ്റെ നീതി അറിയാതെ ഇവരിതെല്ലാം ഈ യേശുവിനോട് ചെയ്തു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിയാണ് AD 70 ലോകത്ത് ഇവർ ചിതറിപ്പോയത്. അതൊരു മുന്നറിയിപ്പായി, ഒരടയാളമായി, ഓർമ്മക്കുറിപ്പായി നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 33 മുതൽ ഒന്ന് വായിക്കാം. 23 മുതൽ. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ, നീതിമാനായ ഹാബേൽ എന്ന് പറയുന്നത് ആദാമിൻ്റെ മക്കളിൽ ആദ്യത്തെ മകനായിരിക്കുന്ന ഹാബേൽ മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് ദൈവാലയത്തിൽ വെച്ച് കൊന്നവനായി ബെരക്യാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഭൂമിയിൽ നീതിയുള്ള രക്തം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് ചൊരിഞ്ഞ ഹാബേലിൻ്റെ രക്തം മുതൽ ഇവിടെ ഏതെല്ലാം നീതിയുള്ള രക്തമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതത് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സർക്കാരുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലോക സമാധാനത്തിന്, ദേശീയ സമാധാനത്തിന്, അങ്ങനെ പാർക്കുന്ന ദേശത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ രക്തം വീണിട്ടുണ്ടെങ്കിൽ ആ രക്തത്തിൻ്റെ പേരാണ് നീതിയുള്ള രക്തം. കായൻ എന്ന് പറയുന്ന സഹോദരൻ, ഹാബേലിൻ്റെ സഹോദരൻ കൊന്നുകളഞ്ഞ വ്യക്തിയുടെ പേരാണ് ഹാബേൽ. ഹാബേലിൻ്റെ രക്തം മുതൽ ഭൂമിയിൽ ചൊരിഞ്ഞ സകല രക്തത്തിനും
കണക്ക് ചോദിക്കുന്ന മറുപടി പറയേണ്ടുന്ന ദിവസം സമാഗതമാകുകയാണ്. ഈ സംഭവം ഈ ഭൂതലത്തിൽ നടന്നില്ലെങ്കിൽ, ദൈവം കണക്ക് ചോദിച്ചില്ലെങ്കിൽ, ഞാൻ പറയുന്നു, ഞാൻ കള്ളനായിരിക്കും. ദൈവം ചോദിച്ചാൽ, നിവൃത്തിയായാൽ ഞാൻ സത്യവാനായിരിക്കും. ദൈവനീതി അറിയാഞ്ഞാൽ, ദൈവനീതിക്ക് കീഴടങ്ങിയില്ലെങ്കിൽ, കണക്ക് വയ്ക്കുന്ന ദൈവം അതിന് ന്യായം തീർക്കുന്ന ദിവസം വരുമ്പോൾ ഓർത്തുകൊള്ളുക, ഇങ്ങനെയുള്ളവരെല്ലാം ദൈവത്തിന് മുമ്പാകെ ഇപ്പോൾ കുറ്റവാളികളാണ്. ലോക്കപ്പിലോ അഥവാ റിമാൻഡിലോ കഴിയുന്നവർ, ജയിലിൽ കഴിയുന്നവർ സർക്കാരിന് മുമ്പിൽ, കോടതിക്ക് മുമ്പിൽ കുറ്റവാളികളായിരിക്കുന്നത് പോലെ ഈ ചെയ്തവരൊക്കെ ദൈവം മുമ്പാകെ കുറ്റവാളികളാണ്. നീതിയുള്ള രക്തം ചൊരിച്ചിട്ടുണ്ടോ? ഓർത്തുകൊള്ളുക. ഈ പുസ്തകം ആകാശം മാറുമ്പോഴും ഭൂമി മാറുമ്പോഴും ചരാചരങ്ങൾ സകലവും ചുട്ടരിക്കപ്പെടുമ്പോൾ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാതെ, ഇവിടുത്തെ ഏതെങ്കിലും പുസ്തകകാരൻ ചുട്ടത് കൊണ്ടൊന്നും പുസ്തകം തീരുകയില്ല. ഇതിൻ്റെ ഒറിജിനൽ പിതാവാം ദൈവത്തിൻ്റെ കയ്യിൽ സ്വർഗത്തിലുണ്ട്. അതിൻ്റെ കോപ്പിയാണിത്. ഈ പുസ്തകം നിലനിൽക്കുമെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം അതുപോലെ സംഭവിക്കും, സാധ്യമാകും. വാക്കുകളെ ചുരുക്കുന്നു. ദൈവനീതിക്ക് ഇസ്രായേൽ കീഴ്പ്പെട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ ദൈവനീതിക്ക് യേശു കീഴടങ്ങി. ദൈവനീതിക്ക് കീഴടങ്ങുന്നവർ, അനുഗ്രഹിക്കപ്പെട്ടവർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അവർക്ക് തൃപ്തി വരും, അവർക്ക് പ്രതിഫലം കിട്ടും. 3 കാര്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഈ ആഴ്ചയിൽ പറഞ്ഞത് ദൈവനീതിക്ക് കീഴ്പ്പെടാതിരിക്കുന്നതിൻ്റെ ശാസന, ശിക്ഷണം, ന്യായവിധി. ഈ കാര്യം ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇത് 100% ടി വിയിൽ കൂടെ ജനത്തെ അറിയിക്കുവാൻ പരമകാരുണ്യനായ കർത്താവ് എന്നോട് അനേക പ്രാവശ്യം ഇടപെട്ട് കൽപ്പിച്ചതുകൊണ്ട്, അതിനായി നിയോഗിച്ചതുകൊണ്ട്, എന്നെ പഠിപ്പിച്ച് ഒരുക്കിയെടുത്തതുകൊണ്ട് ഞാനത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനീതി അറിയാഞ്ഞാൽ വലിയ നഷ്ടം. ദൈവനീതി അറിഞ്ഞാൽ അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. അതിൽ മീതെ ഒരു അനുഗ്രഹം ഭൂതലത്തിൽ മനുഷ്യായുസ്സിൽ വേറെ നേടാൻ ഇല്ല. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ നീതിയെക്കുറിച്ച് ഈ ചാനൽ വഴി ജനത്തെ അറിയിപ്പാൻ എന്നോട് കൽപ്പിച്ചെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു കർത്താവേ. അത് സത്യമെങ്കിൽ ഇത് മുഖാന്തരമായി അനേകർ സ്വന്തം നീതി വിട്ട്, ലോകനീതി വിട്ട് ദൈവനീതിയിലേക്ക് വരാൻ ഒരുക്കണമേ. ഇത് കേട്ടവർ പരസ്പരത്തെ കൈമാറാൻ ഇടയാക്കണമേ. ഇത് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ, ലിങ്ക് കിട്ടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അനേകരെ ഒരുക്കണമേ. ഇത് ലോകത്തിലെ ബിസിനസ് അല്ലല്ലോ കർത്താവേ, മറിച്ച് സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ ജനത്തെ വല്ലാത്ത ഭീകരതയിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കാനുള്ള അങ്ങയുടെ സന്ദേശമല്ലോ. അതിനായ സ്തോത്രം, മഹത്വമെല്ലാം അങ്ങേക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.